കേരളത്തിൽ ഹോട്ടൽ തുടങ്ങുന്നവർ ശ്രദ്ധിക്കുകയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ശ്രദ്ധിക്കും. കേരളത്തിലെ സാധനങ്ങളുടെ വില വെച്ച് നിങ്ങൾക്കൊരു കാരണവശാലും ഇപ്പോൾ കൊടുക്കുന്ന റേറ്റിൽ ദോശയോ ഇഡ്ഡലിയോ പൊറോട്ടയോ അതിനുള്ള കറികളോ ചോറോ ബിരിയാണിയോ ഒന്നും നിങ്ങൾക്ക് പൊരിപ്പുകളോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് സാധാരണക്കാരനെന്ന നിലയിൽ എനിക്കറിയാം, സാധാരണ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ അതിന് മായം കാണും, ആ ഓയിലിന് മായം കാണും. ഇനി തുടങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഹോട്ടൽ എന്ന ഒരു വ്യവസായത്തിലോട്ട് ഇറങ്ങരുത്. ഇവിടുത്തെ വില നിലവാരം വെച്ച് നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയത്തില്ല. സ്റ്റാഫുകളുടെ ശമ്പളവും കറണ്ട് ചാർജും ഷോപ്പിൻ്റെ വാടകയും എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ ആയാലും നിങ്ങളെ സാധനങ്ങൾ, കാരണം ഹോട്ടലുകൾ കുന്നുകൂടി എന്ന കണക്ക് ഹോട്ടലുകൾ, ഒരുപാട് ഹോട്ടലുകൾ കേരളത്തിലിപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. പുതിയ സംരംഭകർ വന്നിട്ട് തുടങ്ങുന്നത് ആദ്യം ആഹാര സാധനം, അതായത് ഹോട്ടലാണ് തുടങ്ങാൻ പോകുന്നത്. അതെല്ലാം പരാജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ നല്ല ടേസ്റ്റോടു കൂടി അവർ സത്യസന്ധമായിട്ട് അത് കൊടുക്കും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ആ പഴയ ഒരു നിലവാരം നിലനിർത്താൻ പറ്റാതെയാവും. അപ്പോൾ പിന്നെ അവരത് മായം ചേർക്കും. പിന്നെ അത് ആൾക്കാർക്ക് അത് അസുഖങ്ങളിലേക്ക് പോവും. അത് വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഒരു കാരണവശാലും കഴിയത്തില്ല. കറണ്ട് ചാർജ്, കടവാടക, സാധനങ്ങളുടെ സ്റ്റാഫുകളുടെ ശമ്പളം ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും കേരളത്തിലെ ഹോട്ടലിന് വേണ്ടി ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്.